കിടന്നോ? കിടന്നു. കുറച്ചേരായി കിടന്നിട്ട്. എങ്ങനെയുണ്ട്? സംഭവം സുഖായ? എന്ത്? എല്ലാം സുഖായോ? കുഴപ്പമില്ല, സുഖാവാനൊന്നും ആയിട്ടില്ലല്ലോ. കുറച്ച് ടൈം എടുക്കും. കുഴപ്പമില്ല. എനിക്ക് സുഖായോ? എനിക്കെന്ത്? എൻ്റെ അമ്മോ, എൻ്റെ കാര്യമൊന്നും പറയണ്ട. എന്തേ ഓക്കെ ഇല്ല? എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിക്കണ്ട കേട്ടോ. പല്ലിന്റെ കളിയുണ്ട് ചില സ്ഥലത്ത്. അത് കുഴപ്പമില്ല. ആ സമയത്ത് അങ്ങനെ പലതും ഉണ്ടാവും. ആദ്യമായിട്ടായതുകൊണ്ട് ആയിരിക്കും. ഇതുപോലെ ആദ്യമായിട്ടാണോ? ഞാനും ഇതേമാതിരി ആദ്യമായിട്ടാ. അതിങ്ങനെ പുറത്തെല്ലാം പോയതല്ലേ. ഇതുവരെ ഈ ഒരു ചുറ്റുവട്ടത്തല്ലേ. പുറത്തേക്ക് പോയപ്പം കുറച്ചും കൂടി കൂടും. എന്നാലും ഇങ്ങനെയാ. അല്ല, ഞാനിപ്പം വേറൊരു കാര്യം ചെയ്യട്ടെ. ചോദിക്കേ. അല്ല, നിങ്ങൾ രണ്ടാളും മാത്രമായിട്ട് എന്താ ചെയ്തേ അവിടുന്ന്? എന്നാ സംഭവിച്ചേ? ആരെ? ഞാൻ ഓളുവാ. അല്ലാന്ന്. പിന്നാരാ? എടാ, നീയും പുള്ളിക്കാരനുമായിട്ട് എന്താ സംഭവിച്ചേ? ഓ അങ്ങനെ. ഞാൻ പുള്ളിക്കാരന് മാത്രമാണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ സംഭവിക്കുമോ? ആ, അതല്ലേ. അത് പറ. ഞാനൊന്നും കണ്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഓരോന്ന് സംസാരിച്ച്. ഇങ്ങനെ എന്നാ ഫസ്റ്റ് ടൈം ആണോ, എങ്ങനെയാളെ പരിചയം, അങ്ങനെയെല്ലാം ഇങ്ങനെ ചോദിച്ച് പിന്നെ നല്ല കുറച്ചും കൂടി ഇതായി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. പോയി. പിന്നെ ഒന്നും ചെയ്ത്. അയാൾ പെട്ടെന്ന് കമ്പനി ആവുന്നൊരു ടൈപ്പ്. പെട്ടെന്ന് കമ്പനി ആയല്ല. നിങ്ങൾക്ക് ഹിന്ദി ഒന്നും അറിയില്ല, പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? എനിക്ക് അത്യാവശ്യം ഹിന്ദി എല്ലാം അറിയാം. എനിക്ക് തന്നെ എതിർത്തിരുന്നു. ഞാൻ പുറത്തെല്ലാം പഠിച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ എൻ്റെ ഏട്ടനടുത്ത് കള്ളം പറഞ്ഞത്, ഈ കല്യാണം കള്ളം പറഞ്ഞത് ഓക്കെ, പക്ഷെ ഹിന്ദിക്കാര് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പോൾ കുറച്ച് ഹിന്ദി എല്ലാം അറിയാം. അല്ല, എൻ്റെ സംഭവം എല്ലാം എങ്ങനെ കൊള്ളുവാ? എൻ്റെ അത്ര അടിപൊളി. എൻ്റെ അത്രയല്ല, ഇന്ത്യക്കാളും നല്ലതാ. ഫീലായ? അതെന്ത് വർത്താനാടാ? ഇത്ര നാൾ നമ്മളെ വേണ്ടി വെച്ചിട്ട് ഇപ്പൊ വേറൊരാളെ കിട്ടിയപ്പോ അവരല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ എന്തോ എന്താ പറയാ, ഭയങ്കര ബോഡി സെറ്റാണ് അയാളത്. നമുക്കൊന്ന് വിവരിച്ച് പറയാനും മാത്രം ഉണ്ടാവും. നല്ല എന്താ പറയണ്ടേ, കുറച്ചൊരു മസിലെല്ലാം ഉണ്ട്. സെറ്റല്ലേ? നീ കണ്ടതല്ലേ? എന്താ പറയാ, അടിപൊളി. എനിക്കിഷ്ടായി. പിന്നെ അങ്ങനെയുള്ള ഒരാളെ ഇതെന്തായിരിക്കും എനിക്കറിയില്ലേ. ഒന്ന് ഊഹിച്ചാ പോരെ. അല്ല, അങ്ങനെയല്ല. ഇത് നിങ്ങളെ എന്നാ പറഞ്ഞേ? അല്ല, നിങ്ങളെ കാലം കണ്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാത്തിനും കൊണ്ട് ഇങ്ങനെ വിവരിച്ച്. ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കൂടുതലൊന്നുമല്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് അങ്ങനെ ചെയ്ത് അത്ര തന്നെ. പക്ഷെ പിന്നെ ചെയ്തില്ലേ, അന്നേരം ഇങ്ങനെ കാലിനെ പറ്റിയിട്ടും ഇങ്ങനെ എന്നിൽ ഇഷ്ടമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. കാല് ഇഷ്ടമായി എന്ന് പറഞ്ഞ്. പിന്നെ കയ്യിൽ നെയിൽസ് വെച്ചതാണോ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞ്. പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ച്. പെഡിക്യൂർ ചെയ്യലുണ്ടോ, മാനിക്യൂർ ചെയ്യലുണ്ടോ, ബോഡി ഫേഷ്യൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുവരെ ഇതില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ ഒരിക്കൽ ബോഡി ഫേഷ്യൽ ചെയ്യണം, അടിപൊളിയായിരിക്കും അപ്പോൾ, അങ്ങനെയെല്ലാം പറഞ്ഞ്. ഞാനെല്ലാം പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി നന്നായിട്ട് ക്ലോസ് ആയി. എങ്ങനെയാ അവിടെ നിന്ന് വരുന്നത്, അത് ഇത് തന്നെ ചോദിച്ചു. നീ ആരാന്നെല്ലാം ചോദിച്ചു. പുള്ളിക്കാരൻ അടിപൊളി തന്നെ. ഞാനും മറ്റേ പുള്ളിക്കാരിയും കൂടി ഇപ്പുറത്ത് നിന്ന് നമ്മള് വൈന്, പുള്ളിക്കാരി വൈനും ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു വൈന്. ആ അത് ശരി. പുള്ളിക്കാരിക്ക് ഈ വൈന് വെച്ചിട്ട് പുള്ളിക്കാരി എന്തൊക്കെയോ ചെയ്യാം. വൈന് വെച്ച് ആദ്യം വൈന് കുറച്ച് കുടിച്ച്, പിന്നെ വൈന് വെച്ച് എങ്ങനെയൊക്കെയോ കുടിച്ച്. എങ്ങനെയൊക്കെയോന്ന് വെച്ചാ എങ്ങനെയൊക്കെയോ പുള്ളിക്കാരി തന്നു. ഇയാൾ പക്ഷേ വൈന് വെച്ച് നമ്മള് നോർമലായിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നും കുടിക്കുക ചെയ്ത.
അല്ലാണ്ടൊന്നും ചെയ്തില്ല. പിന്നെ ഡയറി മിൽക്കിൻ്റെ പരിപാടി ആക്കുന്നുണ്ട്, അത് ചെയ്തിന്. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നു. പിന്നെന്താ, അതൊക്കെ തന്നെ. പിന്നെ ഇല്ലേ, ഉം. ഇയാളെ കയ്യിലല്ലേ ഇനി എനിക്ക് വാങ്ങി തന്നില്ല ഒരു സാധനം, ആ അതിന് വേറൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ കറക്റ്റ് പേരറിയില്ല. ഇനി വാങ്ങി തന്ന പോലത്തെ സാധനമല്ല, വേറൊരു സാധനം. പക്ഷെ അത് അടിപൊളിയാ. ഇതിനെ കൊണ്ട് ചെയ്തിട്ട് അയാൾ തന്നെ കൊണ്ടുപോയി. അയാൾക്ക് അത് തന്നാൽ മതി ഗിഫ്റ്റായിട്ട്. അതെന്ത് സാധന? അല്ല, അതിന്റെ കളർ എന്താ, ബ്ലാക്ക് ആണോ അല്ലെ എന്താണ് കളറ്? ബ്ലാക്കൊന്നല്ല, ഒരു റെഡ് പോലത്തെ ആയിട്ടാണ്. റെഡ് തന്നെ. അപ്പൊ കോസ്റ്റ്ലി എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയത്തില്ല. നമുക്ക് പക്ക ലോക്കൽ സാധനമല്ലേ ഉള്ളൂ. എന്ത് എന്താണെങ്കിലും അടിപൊളിയ സാധനം, നന്നായിട്ട് എൻജോയ് ചെയ്തേ, അടിപൊളി. അപ്പം അയാൾ പറഞ്ഞ് കുറേ ടൈം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അടിപൊളി. ഈ പുള്ളിക്കാരി എന്നില്ലേ, എന്താ പറയാ, ഞാൻ പുള്ളിക്കാരിയുടെ ഒരു അടിമയായി അവിടെ. എന്താ പറയുക, എനിക്കിപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ, അല്ലെ കുറച്ച് നേരം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഫീൽ തോന്നൂലേ? സംഭവമേ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കിങ്ങനെ മതിയായിട്ടില്ല ആ ഒരു തോന്നൽ തന്നെ ഉണ്ടായിക്കൊണ്ട് അയാളെപ്പോഴും ചെയ്യുമ്പോൾ അത് ആ ഒരു സാധനം വെച്ചുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. സൂപ്പറായിരുന്നു. നമുക്ക് ന്യൂ ഇയർ വരെ നിന്നാൽ മതി. ന്യൂ ഇയർ വരെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പരിപാടിക്കെല്ലാം പോയി കുറച്ച് സെറ്റ് ആവേന്. വെറുതെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് എന്താ പറയുക, അത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ കളവ് നീ പറഞ്ഞ ഇനി ഇപ്പോൾ വന്ന് ഇനിയില്ല, എന്നാലും നമ്മൾ വന്നിട്ട് ഒരു 4 ദിവസം ഉണ്ടാവില്ലേ? ഉണ്ടാവും ഉണ്ടാവും. അല്ല, ഈ ഇവൻ്റെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങിയല്ല, കിട്ടിയായിരുന്നോ? കിട്ടി. ആരാ വാങ്ങിച്ചത്? അല്ല, ഞാൻ വാങ്ങിച്ചല്ല, അവര് തന്നെ വാങ്ങിയതാ. അവര് വാങ്ങിയപ്പോ പുള്ളിക്കാരൻ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അതിന് ശേഷമാണ് നമ്മള് പോയെ. ഞാനൊരു സത്യം പറയട്ടെ, എന്താ? എനിക്ക് അയാളുടെ കൂടെ പോകാനാ തോന്നിച്ച്, പോയാൽ മതിയെന്നും തോന്നിപ്പോയി. എന്നാ പിന്നെ അയാളെ ഭാര്യനെ ഇവിടെ നിങ്ങളെ വീട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നു? ഭാര്യ അയാളെ കൂടെ തന്നെ, അല്ല ഇങ്ങനെ എന്താ ഇതുവരെ താൻ കഴിഞ്ഞിട്ടിങ്ങനെ അത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടല്ലേ? പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക, അടിപൊളി. അതാ ഞാൻ പറഞ്ഞത്, കൂടെ ഇനി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ റിച്ചായില്ലേ. എനിക്കില്ലേ, പുള്ളിക്കാര് ഒരു സ്പ്രേ തന്നായിരുന്നു പോകുമ്പോൾ, റിച്ച് ബോട്ടില്. ആ സ്പ്രേ അതിൻ്റെ എനിക്ക് ഏതാ തന്നത്? ബോയ്സിൻ്റെ അല്ലേ? അതങ്ങനെ ബോയ്സ് ലേഡീസ് അങ്ങനെ മെന്ന് ലേഡി അങ്ങനെയൊന്നുമില്ല. അത് കസ്റ്റം മെയ്ഡാന്ന് തോന്നുന്നു. എന്നാൽ എനിക്ക് ഫീമെയിലിൻ്റെ പറഞ്ഞ തന്നിട്ട്. എന്തായാലും സംഭവം എങ്ങനെ ഇഷ്ടപ്പെട്ടാ? സൂപ്പർ. ഇനിയിപ്പോൾ ഇടപെടൽ അത് ഓണെന്നാന്ന് പറയണം. അതെന്താ വാക്ക്, നമുക്ക് അപ്പൊ ഇനിയും പോയിക്കൂടെ? ഞാൻ ഓൾറെഡി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലുള്ള, അതിനിടക്ക് നീ പെട്ടെന്ന് തന്നെ പോകാന്ന് പറയാം. കാരണം ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് അത്രയും വലിയ കള്ളം പറഞ്ഞിട്ടാണ് വന്നത്. അതിനി മാനേജ് ചെയ്ത് ഏട്ടൻ എന്തെല്ലോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തില്ലല്ലോ കുറേ സമയം, എന്തെല്ലോ ഡൗട്ട് തോന്നീന്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം.